അപ്പോൾ ഗുണ്ടുവിൻ്റെ മഴക്കാലത്തെ ഡേ മൈ ലൈഫ് കണ്ടാലോ? അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഗുണ്ടുവിനെ ബാത്റൂമിൽ കൊണ്ടുപോകാനായിട്ട് ചേട്ടനാണ്. വേറൊന്നുമല്ല, ചേട്ടൻ ഇന്ന് മഴയൊക്കെ അല്ലേ, അപ്പം തോട്ടത്തൊന്ന് പോയി നോക്കിയിട്ട് വരാൻ കുറേ നാളായി. അപ്പം ജോലിക്ക് പോണതിന് മുമ്പേ ഒന്ന് പോയി അവിടെ, അതുപോലെ തന്നെ തൊഴിലുറപ്പ് നടക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് കണ്ടിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിയപ്പം ഗുണ്ടുവും കൂടി ചാടി വണ്ടിയിൽ കയറിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ കൂടെ കൊണ്ടുപോകും, കുറേ നാളായി പുറത്തോട്ടൊക്കെ എത്തി നടന്നിട്ട്. ഏത് സമയവും മഴയാണ്, ഏത് സമയം ഇങ്ങനെ ചെറിയ ചെറിയ ഇടവേളയിലാണ് ഞങ്ങൾ അവനെ നോക്കി നിന്ന് കൊണ്ടുപോണത്. തിരിച്ച് വന്ന ഉടനെ നല്ല ക്ഷീണം, അവൻ തോട്ടത്തൊക്കെ ഓടി നടന്ന് ബാത്റൂമിലൊക്കെ പോയി. പിന്നെ രാവിലെ തന്നെ നല്ല മഴ, അതുകൊണ്ട് അവൻ ഇങ്ങനെ വന്നങ്ങ് കിടക്കുവാണ് കേട്ടോ. നല്ല ഒരു രാവിലത്തെ തണുപ്പും മഴയും ഒക്കെ ആയതുകൊണ്ട് തന്നെ അവ അങ്ങനെ അങ്ങ് സോഫയിൽ കിടക്കാം. അവൻ്റെ സ്വന്തം സോഫയാണ്, ആർക്കും കൊടുക്കൂല എന്നുള്ള ഒരു ഭാവത്തിലാണ് അവ അങ്ങനെ കിടക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ മൂടി കൊടുത്ത് അവൻ്റെ ഒരു പനി പിടിച്ച് കിടക്കും പോലത്തെ ഒരവസ്ഥ. തണുപ്പല്ലേ, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. പിന്നെ കുറേ നേരം അവിടെ കിടന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് വന്നു. ഞാനാണെങ്കിൽ പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേട്ടനും ഇല്ല, ഒരു എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞ് ഞാനിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവനും ഓടി വന്ന് എൻ്റെ അടുത്തിരുന്നു. അവിടെ നല്ല മഴ നടക്കുന്നു, അവൻ ആ സോഫ വിട്ട് ഇപ്പുറത്ത് വന്ന് കിടക്കുകയാണ്. കണ്ടോ, മഴ മഴ അന്തസ്സുറക്കം, ഇതേ ഉള്ളൂ. ഇപ്പം വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് പരിപാടി, വേറെ ഒരു ജോലിയും കൊണ്ടുപോകാനില്ല അങ്ങനെ. അപ്പോൾ ഞങ്ങളും വീഡിയോ എടുക്കാൻ ഭയങ്കര മടി. ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, കല്യാണം അത് ഇതെന്നൊക്കെ പറഞ്ഞ്, പിന്നെ എൻ്റെ കൊച്ചിച്ചൻ മരിച്ചു, അങ്ങനെയൊക്കെയാണ്. കുറച്ച് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡില്ല, പിന്നെ എഡിറ്റ് ചെയ്യാനുമുള്ള ഒരു മടി. ഇത് ഉച്ചമഴ കേട്ടോ, ഉച്ചയ്ക്കും നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ മഴയൊക്കെ കണ്ടാസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു. ഗുണ്ടുവിനിപ്പോൾ നല്ല അധികം ജോലിയില്ല, തിരക്കില്ലെങ്കിലും വിശപ്പുണ്ട് കേട്ടോ. ഇപ്പം അവൻ മേടിച്ച് കഴിക്കും. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നും ഇത് തന്നെയല്ലോ, എല്ലാവരും പറയും പോലെ കഴിക്കുക ഉറങ്ങുക, കഴിക്കുക ഉറങ്ങുക. പിന്നെ നല്ല മഴയും കാറ്റുകൊണ്ട് ഞാൻ ഗുണ്ടുവേന്ന് വിളിച്ചപ്പം ചെവിയും താഴ്ത്തി വന്നേ. പിന്നെ അപ്പം അതുപോലത്തെ നൈറ്റ് ഒരു 9 മണിയാകുമ്പോൾ ദാ ഈ പിടിയും വലി, ഇറങ്ങി വരൂ ഇറങ്ങി വരൂ ഇറങ്ങി വരൂ ഞാൻ എന്നുള്ള. പക്ഷേ അവൻ്റെ ഒരു സന്തോഷം കാണും കേട്ടോ. എന്നെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി. ഞാൻ കുറച്ച് ദൂരെ ഇങ്ങനെ ഇതുപോലെ ഇവിടെ വരെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവന് പിന്നെ ഭയങ്കര സന്തോഷമാണ്, മുഖത്താ ചിരിയും. ഇനിയിപ്പോൾ അമ്മ വരുമല്ലോ. ഈ രാത്രി അവന് സർക്കിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം രാവിലെ അധികം ഇതുപോലെ ബുദ്ധിമുട്ടില്ല, പക്ഷെ രാത്രി ഒരു 9 മണിയാകുമ്പോൾ അവന് നിർബന്ധമാണ് ഞങ്ങളിങ്ങനെ കൊണ്ടുപോകണം. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം.